താങ്ക് യു. നല്ല കൈയ്യടി കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ കേട്ട ഡ്രംസിന്റെ ബീറ്റാണ്. അപ്പൊ ഈ ഡ്രംസ് വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഒരു മൃദംഗം കൂടി വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് മൃദംഗവും ഡ്രംസും നമ്മളൊരു ഫ്യൂഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് ഒരാൾ ഡ്രംസ് വായിക്കുന്നു, മറ്റേ സൈഡിൽ നിന്നും മൃദംഗം വായിക്കുന്നു, ഒരുമിച്ച് വായിക്കുന്നു. ഓക്കെ. നല്ല കൈയ്യടി കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ ഒരു സമയത്ത് ഒരു ശബ്ദം മാത്രമേ അനുകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? ചില സമയത്ത് ഒന്നും നടക്കൂല. ഓക്കെ, അപ്പൊ ഇനി ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു 6 ശബ്ദങ്ങൾ ഏറ്റവും ടൈമിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. 6 ശബ്ദങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എണ്ണം കൂടിങ്ങനെ വരും. എണ്ണമെങ്കിൽ വേണമെങ്കിൽ എണ്ണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 6 ശബ്ദങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് പരിചയമുള്ള കുറച്ച് ശബ്ദങ്ങളെ ഞാൻ DJ ആക്കി മാറ്റാൻ വേണ്ടി പോവാണ്. അതെന്താണ്? ആദ്യമായിട്ട് നമ്മുടെ ബാഗിന്റെ അല്ലെങ്കിൽ സൂട്ട് കേസിലേക്ക് സിപ്പ് തുറക്കുന്ന സൗണ്ട് ഉണ്ട്. ഇതിന്റെ DJ ഉണ്ടാവും. ഇതിന്റെ അകത്ത് DJയിലേക്ക് പോകും. അതൊന്നും ആദ്യം മാസങ്ങളൊന്ന് ചെയ്യാം. ഇതാണ് സിപ്പ്. ഇനി നമ്മൾ ഇതിന്റെ DJ വെർഷനാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു അപ്പൊ അതൊന്ന് നോക്കാം. അത് കുറച്ച് സിനിമകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ് ചെയ്യുന്നത്. ഇപ്പൊ പണ്ട് നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് സിനിമ മാത്രം ശ്രദ്ധിക്കായിരുന്നു അല്ലെ? പക്ഷെ ഇന്ന് സിനിമയുടെ ക്യാമറയും അതിന്റെ എഡിറ്റിംഗും അതിന്റെ BGM ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് പരിചയമുള്ള 1-2 BGM ആണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു BGM ഞാൻ ഇവിടുത്തെ ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഇരിക്കുകയാണ്. ലാലേട്ടൻ ഫാൻസ് ഒന്ന് കൈയടിച്ചേ, ഒന്ന് കാണട്ടെ. ഓക്കെ, ലാലേട്ടന്റെ പുലിമുറി എന്ന സിനിമയിലുള്ള ഒരു BGM. ആദ്യത്തെ 100 കോടി ക്ലബ്. അപ്പൊ അതിലൊരു ഇൻട്രോ BGM ആണ് ചെയ്യുന്നത്. നോക്കാം.
താങ്ക് യു. അടുത്ത മമ്മൂട്ടി ഫാൻസ്. അതെ, ലാലേട്ടന്റെ ഒരു ബീജിയം ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ മമ്മൂക്കിയുടെ ബീജിയം ചെയ്യണം. അപ്പൊ മമ്മൂക്കിയുടെ ഭീഷ്മപർവം എന്ന സിനിമയിലെ ബീജിയം പോകാം. ഓക്കെ. താങ്ക് യു. അപ്പോ ഇനി വിക്രം എന്ന സിനിമയിലുള്ള നമ്മൾ മലയാളത്തിൽ 2 ബീജിയം ചെയ്തു. അപ്പൊ തമിഴിലെ 2 ബീജിയം കൂടി ചെയ്യണം. കമൽഹാസന്റെ അതെ, ഈ അടുത്ത കാലത്ത് 2 വർഷം മുന്നേ ഇറങ്ങിയൊരു പടം. അപ്പൊ അതിന്റെ അകത്തുള്ള 1-2 ബീജിയം ചെയ്യാണ്. 2 ബീജിയം ഒരൊറ്റ സ്ട്രെച്ചിൽ ചെയ്യാണ്. സെയിം സിനിമയാണ്. ഓക്കെ. താങ്ക് യു. അപ്പോ ഇനി 1-2 ഐറ്റം കൂടി ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളെയും കൂടി ഒരു DJ പബ്ബിന്റെ അകത്തേക്ക് കയറ്റാണ്. DJ പാർട്ടി നടക്കുന്ന ഒരു പബ്ബിന്റെ അകത്തേക്ക് കയറ്റുകയാണ്. അപ്പൊ ആ DJ പാർട്ടി നടക്കുന്ന ആ പബ്ബിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു DJ മിക്സ് വായിക്കുകയാണ്. അതെങ്ങനെ കേൾക്കും എന്നുള്ളതാണ് ചെയ്യുന്നത്. അകത്ത് ഇതിന് പുറത്ത് വേറെ ശബ്ദം, പുറത്ത് വേറൊരു ശബ്ദമാണ്. ആ അകത്തും പുറത്തും നമ്മളൊരു വ്യത്യാസം. ഓക്കെ. പാർട്ടിക്ക് അകത്ത് നിന്നാണ് കേട്ടത്. ഇനി എല്ലാവരും കൂടി പുറത്തേക്ക് ഇറക്കാൻ പോവാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ മുഴങ്ങിയ ശബ്ദം മാത്രമേ കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങൾ കൈയടിച്ചു. ഇനി അടുത്തത് അവസാനത്തെ ഐറ്റമാണ്. കൊട്ടിക്കലാശം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മുടെ നാട്ടിൽ എന്തൊരു ഉത്സവങ്ങളാണെങ്കിലും പണ്ട് ചെണ്ടകളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചത് അല്ലേ? പക്ഷെ ഇന്ന് ചെണ്ടകളുണ്ട്, അതിന്റെ കൂടെ നാസിക് ഡോൾ എന്ന് പറയുന്ന വലിയൊരു ബാൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആ നാസിക് ഡോളിന്റെ ഒരു താളം അല്ലെ, നമ്മളൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു താളമുണ്ട്. അപ്പൊ ആ താളമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അടിപൊളിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും കൈയടി കൂടി ഈ ഒരു താളത്തിന്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ, തുടങ്ങാം.
ജയസ് എന്ന കലാകാരൻ. തീർച്ചയായിട്ടും മിമിക്രി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തെ മുന്നോട്ട് നയിക്കാനുള്ള കലാകാരന്മാരിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കലാകാരനായിരിക്കും അബിൻ ജയസ്. അപ്പൊ തീർച്ചയായിട്ടും ചെറുവാടിയുടെ ഈ ഒരു സ്നേഹം നിറഞ്ഞ കൈയടി ഈ കലാകാരന് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഐറ്റവുമായിട്ട് തിരിച്ചു വരാം. നമുക്ക് ഇനിയും പാട്ടുകളുണ്ട്. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവില്ലേ? ഹാപ്പി അല്ലേ?